അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിന് ആശ്വാസം. വിജിലൻസ് കോടതിയിലെ തുടർ നടപടികൾ ഹൈക്കോടതി തടഞ്ഞു. വിജിലൻസ് അന്വേഷണം പ്രഹസനമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി നടപടി. PV അൻവറിന്റെ ആരോപണത്തിലായിരുന്നു സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത്. വിവരം നൽകാൻ രേഷ്മ ബാബു കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. രേഷ്മ, ഈ അനധികൃത സ്വത്ത് സമ്പാദനം ഇതുമായി ബന്ധപ്പെട്ട ADGP MR അജിത് കുമാറിന് താൽക്കാലികമായി ആശ്വാസമല്ലേ? അതെ നിഖിൽ, അതായത് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസിന്റെ അന്വേഷണമാകാമെന്നുള്ളതായിരുന്നു നേരത്തെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ഉത്തരവ്. ഇതിന്മേലുള്ള തുടർ നടപടികളാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അല്പസമയം മുൻപ് സ്റ്റേ ചെയ്തിട്ടുള്ളത്. MR അജിത് കുമാർ നൽകിയ ഹർജിയിന്മേലാണ് ഹൈക്കോടതിയുടെ നടപടി. അജിത് കുമാറിനെ സംബന്ധിച്ച് ഏറെ ആശ്വാസം നൽകുന്ന ഒരു ഉത്തരവ്, ഇടക്കാല ഉത്തരവ് തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ 30-ാം തീയതി വിജിലൻസ് കോടതിയിൽ ഹാജരാകേണ്ടതായിരുന്നു. അതിനിടയിൽ തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും ഹൈക്കോടതി പരിശോധിച്ചത് ഈ വിജിലൻസ് കോടതിയുടെ നടപടിക്രമങ്ങളിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ ഇതടക്കമുള്ള കാര്യങ്ങളായിരുന്നു. അതിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു നിരീക്ഷണം ഉണ്ടായിട്ടുണ്ട്. അതായത് വിജിലൻസിന്റെ അന്വേഷണം പ്രഹസനമായിരുന്നു. അതുമാത്രമല്ല, വിജിലൻസ് കോടതിയുടെ നടപടിക്രമങ്ങളിൽ പ്രഥമ ദൃഷ്ട്യാ തന്നെ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ജസ്റ്റിസ് A ബദറുദ്ദീന്റെ ബെഞ്ച് വിലയിരുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവധി കഴിഞ്ഞതിന് ശേഷം ഈ ഹർജിയിൽ വിശദമായിട്ട് വാദം കേൾക്കുന്നുണ്ട്. അതുവരെ ഈ തുടർ നടപടികൾ താൻ തടയുന്നുവെന്നാണ് സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ തന്നെ വാദം നടന്ന വേളയിൽ ഈ ഗുരുതരമായിട്ടുള്ള ഈ നടപടിക്രമങ്ങളിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നുള്ള ഒരു കണ്ടെത്തൽ ഹൈക്കോടതി നടത്തിയിരുന്നു. അതായത് ഒരു കീഴുദ്യോഗസ്ഥൻ എങ്ങനെയാണ് ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുക, അതുകൂടാതെ തന്നെ സെല്യൂട്ട് ചെയ്യുന്ന ആൾ എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുക, അതായത് കേസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക തുടങ്ങിയ ഒരു നിരീക്ഷണം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. ഒപ്പം തന്നെ മറുപടിയായിട്ട് വിജിലൻസ് ഹൈക്കോടതിയിൽ ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു. അതായത് DYSP, വിജിലൻസിന്റെ തന്നെ DYSP ആണ് ഈ പറയുന്ന അജിത് കുമാറിനെ എതിരായിട്ടുള്ള കേസ് അന്വേഷിച്ചത്. മേൽനോട്ടം വഹിച്ചത് SP ആണ് തുടങ്ങിയ നിലപാടായിരുന്നു സംസ്ഥാന സർക്കാർ രേഖാമൂലം ഹൈക്കോടതിയെ അറിയിച്ചത്. പക്ഷേ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് സാധാരണ രീതിയിൽ PC ആക്ട് പ്രകാരം മുൻകൂർ പ്രോസിക്യൂഷൻ അനുമതി തേടിക്കൊണ്ട് മാത്രമേ ഈ പറയുന്ന ഉന്നത ഉദ്യോഗസ്ഥനെതിരെ കേസെടുത്തുകൊണ്ടുള്ള അന്വേഷണം നടത്തുവാൻ സാധിക്കൂ. പക്ഷേ ഈ ഒരു മുൻകൂർ പ്രോസിക്യൂഷൻ അനുമതി നേടിയിട്ടില്ല. അതുമാത്രമല്ല, അത്തരത്തിൽ ഒരു വിജിലൻസ് ഉദ്യോഗസ്ഥൻ, കീഴുദ്യോഗസ്ഥൻ നൽകിയ എൻക്വയറി റിപ്പോർട്ടിന്മേൽ നടപടി എടുത്തുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കാനായിട്ട് വിജിലൻസ് കോടതിക്ക് എങ്ങനെ സാധിക്കും? ഇതടക്കമുള്ള കാര്യങ്ങളിലെ നിയമവശങ്ങളാണ് ഹൈക്കോടതി പരിശോധിച്ചത്. അതിൽ വിശദമായിട്ട് തന്നെ ഒരു പരിശോധന അനിവാര്യമാണെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ താൽക്കാലികമായിട്ടാണ് ഈ വിജിലൻസ് കോടതിയിലെ നടപടിക്രമങ്ങൾക്ക് ഹൈക്കോടതി ഒരു ഇടക്കാല സ്റ്റേ അനുവദിച്ചിരിക്കുന്നത്. ഇടക്കാല ഉത്തരവാണ് ഹൈക്കോടതി പുറപ്പെടുവിച്ചത്. എന്തായാലും വിജിലൻസ് കോടതിയിലെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലെ തുടർ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. കവടിയാറിലെ ആഡംബര വീടടക്കം അനധികൃതമായിട്ട് MR അജിത് കുമാർ സമ്പാദിച്ചു എന്നുള്ളതായിരുന്നു നേരത്തെ PV അൻവർ MLA ഉന്നയിച്ച ആരോപണം. PV അൻവറിന്റെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരാണ് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത്. പക്ഷേ വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള ഒരു നിലപാടായിരുന്നു അജിത് കുമാറിന് വേണ്ടി സ്വീകരിച്ചത്. പക്ഷേ അത് വിജിലൻസ് കോടതി തള്ളുകയും അന്വേഷണം വേണമെന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുകയുമായിരുന്നു. അതിനെതിരെയാണ് അജിത് കുമാർ ഹൈക്കോടതിയെ സമീപിച്ച് ഇപ്പോൾ ഇടക്കാല ഉത്തരവ് നേടിയിരിക്കുന്നത്. എന്തായാലും അജിത് കുമാറിനെതിരായിട്ടുള്ള അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് കോടതിയുടെ മുന്നിലുള്ള നടപടികൾ, കേസിലെ തുടർ നടപടികൾ ഹൈക്കോടതി താൽക്കാലികമായിട്ട് തടഞ്ഞിരിക്കുകയാണ്.